പാലം നിർമ്മാണത്തിന് പുഴയിൽ മണ്ണിട്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് കുപ്പത്ത് കരയിടിച്ചിൽ രൂക്ഷം. ചൊവ്വാഴ്ച പെയ്ത മഴയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽ കുപ്പം പടവിൽ മടപ്പുര ഭാഗത്താണ് പുഴ കരയെടുത്തത്. ഹൈ വോൾട്ടേജ് വൈദ്യുത തൂൺ ഉൾപ്പെടെ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി കുപ്പം പുഴയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനാണ് പുഴയിൽ 4/3 ഭാഗം മണ്ണ് നിറച്ചത്. പുഴയ്ക്ക് കുറുകിയിട്ട മണ്ണിന് മുകളിലൂടെയാണ് പുഴയിൽ നിർമ്മിച്ച പില്ലറുകൾക്ക് മേലെ കൂറ്റൻ ബീമുകൾ സ്ഥാപിക്കുക. ഇതിനായി പുഴയുടെ വീതിയുടെ 1/4 ഭാഗം മാത്രം ഒഴിച്ചുവെച്ച് ബാക്കി ഭാഗത്താണ് മണ്ണ് നിറച്ചത്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മണ്ണിടാത്ത ഭാഗത്ത് അതിശക്തമായ ഒഴുക്ക് രൂപപ്പെടുകയായിരുന്നു. ഇതോടെ പടവിൽ മടപ്പുര ഭാഗത്തേക്കുള്ള റോഡരികിൽ 50 മീറ്ററിലേറെ നീളത്തിലുള്ള പുഴയോരത്തെ മണ്ണ് 10 മീറ്ററോളം വീതിയിൽ പുഴയിലേക്ക് ഇടിഞ്ഞ് ഒഴുകിപ്പോയി. ഇവിടെയുണ്ടായിരുന്ന തെങ്ങ്, കവുങ്ങ്, കണ്ടൽ മരങ്ങൾ എന്നിവ പുഴയിലേക്ക് വീണു. നിലവിൽ കരഭാഗത്ത് വിള്ളൽ വീണ് ഏത് നിമിഷവും പുഴയിലേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ്. പുഴയിൽ നിന്നും 10 മീറ്റർ മാത്രം ദൂരത്തുള്ള പുളിമ്പറമ്പ് സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഹൈ വോൾട്ടേജ് പ്രവഹിക്കുന്ന കൂറ്റൻ വൈദ്യുതി തൂൺ അപകട ഭീഷണിയിലാണ്. പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവിടുന്ന് ഈ റോഡ് കംപ്ലീറ്റ് പുഴ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്കാണ് മാത്രമേ ഇവർ വെള്ളം വിടുന്നുള്ളൂ. അപ്പം വെള്ളം അതുകൊണ്ട് ഫോഴ്സ് കൂടുതലാണ് വെള്ളം വരുന്നത്. ഈ സൈഡ് മുമ്പേ ഇടിയുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഹൈവേൻ്റെ അവരോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അപ്പം ഇത് കെട്ടിയിട്ട് നമുക്കൊന്ന് അല്ലെങ്കിൽ സംവിധാനം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവരെ നോക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ വിട്ടിരുന്നു. ഇത്രയും പെട്ടെന്ന് മണ്ണിട്ടിട്ട് ആ ഇലക്ട്രിക് പോസ്റ്റ് സംരക്ഷിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. 11 മണിക്കുള്ളിൽ മണ്ണിട്ട് തീർക്കാൻ ഇന്നലെ രാത്രി. ഇതുവരെ അവർ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഹൈവേൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം എത്രയും പെട്ടെന്ന് അത് സെറ്റാവോ ഇല്ലയോ എന്നില്ല. നാട്ടുകാരൊരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭിത്തി കെട്ടിക്കൊണ്ട് പുഴ സംരക്ഷിക്കുക, അതേപോലെ ചുറ്റുപാട്ടുള്ള വീടുകൾ സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ ഒരു ആവശ്യമാണ് നാട്ടുകാർ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഇവർ മുന്നിൽ പറയാനല്ലേ. ഈ സംരക്ഷണ ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പല ബന്ധപ്പെട്ട അധികാരികളായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു നമുക്കൊരു അനുകൂലമായ ഒരു സാഹചര്യം അവരുണ്ടാക്കി തന്നില്ല. മണ്ണിടിച്ചിൽ തടയാൻ താൽക്കാലിക സംവിധാനം അടിയന്തരമായി ഒരുക്കുമെന്ന് ദേശീയപാത നിർമ്മാണ കരാറുകാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സ്ഥിരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ട അടിയന്തര സാഹചര്യം കലക്ടറെ അറിയിക്കുമെന്നും തഹസിൽദാർ പി സജീവൻ പറഞ്ഞു. ദേശീയപാതയിൽ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മേഘ അതോറിറ്റീസ് ഈ കുപ്പംപുഴയുടെ ഭാഗത്ത് 1/3 ഭാഗത്ത് മണ്ണിട്ടിട്ടാണ് അവർ പില്ലറുണ്ടാക്കുന്നൊരു പരിപാടി നടത്തിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് കൂടി മാത്രമേ വെള്ളത്തിന് പ്രവഹിക്കാനൊരു അവസ്ഥ നിലവിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് റെഡ് അലർട്ട് വന്ന് കുറച്ച് മഴയെല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കുറച്ച് അധികമായി ഈ ഒരു സൈഡിലേക്കൂടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പടവിൽ ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളം കയറുകയും അതോടനുബന്ധിച്ച് ഇതിൻ്റെ ഈ തീരത്തിൻ്റെ സൈഡെല്ലാം ഇടിഞ്ഞു പോവുകയും ചെയ്ത അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിലവിൽ ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായി ഏർപ്പെടുന്ന രീതിയിൽ മേഘാധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ താൽക്കാലികമായി അതിൻ്റെ ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു സ്ഥിരമായ ഒരു പരിഹാരം എന്ന രീതിയിൽ അതിന് ആവശ്യമായ പ്രപ്പോസൽ നമ്മൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നതും ഈ തീരം ഇതിൻ്റെ സൈഡ് കെട്ടുന്ന ഒരു നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പരിയാരം വില്ലേജ് ഓഫീസർ PV വിനോദ്, KSEB അധികൃതർ, ദേശീയപാത നിർമ്മാണ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.